കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാധുര്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് യൂട്യൂബ്, ഫേസ്ബുക്ക് മാധ്യമങ്ങൾ കൂടെ എൻ്റെ ഈ പ്രഭാത ചിന്ത ശ്രവിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ലഭിക്കപ്പെടുന്ന ഈ അസുലഭ സന്ദർഭം ഒട്ടും പാഴാക്കാതെ നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, നമ്മൾ 1000 ആണ്ട് വാഴ്ചയുടെ വ്യത്യസ്തമായ മുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മഹാകഷ്ടകാലം അഥവാ 7 വർഷത്തെ പീഡന കാലഘട്ടത്തെക്കുറിച്ചാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവ് എന്നുള്ള വിഷയമാണ്. കാരണം ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം അല്പമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഓരോ പാർട്ടായിട്ട് വളരെ ലഘുവായ സന്ദേശമായി നിങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് എപ്പോഴാണ് സംഭവിക്കുന്നത്? സാധാരണ നമ്മുടെ ഇടയിലുള്ള പല പ്രിയപ്പെട്ടവരും പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് മേഘപ്രത്യക്ഷതയാണ് എന്നാണ്. എന്നാൽ വേദപുസ്തകം നല്ലതുപോലെ പഠിക്കുന്ന ഒരു പഠിതാവിന് മനസ്സിലാക്കുവാൻ കഴിയും, അതല്ല 2ാമത്തെ വരവ്. 2ാമത്തെ വരവെന്ന് പറയുന്നത് മഹത്വപ്രത്യക്ഷതയാണ്. 2 പ്രത്യക്ഷത നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് മേഘപ്രത്യക്ഷത. മേഘപ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ വരെ യേശുക്രിസ്തു വരുന്നതിനെയാണ് മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത്. എന്നാൽ മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത് അങ്ങനെയല്ല. മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നു. സഭായുഗത്തിൻ്റെ പര്യവസാനത്തിങ്കൽ കാഹളം ധ്വനിക്കുന്നു. കാഹളത്തിൻ്റെ ആ ധ്വനിയെങ്കിൽ സഭ എടുക്കപ്പെടുകയാണ്. ശേഷം ഇവിടെ 7 വർഷത്തെ പീഡന കാലഘട്ടമാണ്. ആ പീഡന കാലഘട്ടത്തിൻ്റെ പര്യവസാനത്തിങ്കൽ ഇതാ യെരുശലേം അഥവാ ഇസ്രായേലിനെതിരെ ലോകരാഷ്ട്രങ്ങൾ സംഘടിക്കുകയാണ്. അവർ ഏകലോക ഗവൺമെൻറ്റായി നിന്നുകൊണ്ട് ഇസ്രായേലിനെ എതിരെ യുദ്ധം ചെയ്യുവാൻ കടന്നു ചെല്ലുകയാണ്. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ യുദ്ധത്തിലാണ് ഇസ്രായേൽ പരാജയപ്പെടുന്നത്. ആ യുദ്ധത്തെയാണ് 3rd വേൾഡ് വാർ അഥവാ 3ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ആധികാരികമായി ഞാൻ പറയാം, ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ അതൊരു യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, യുദ്ധശ്രുതികളാണ്. എന്നാൽ ഈ യുദ്ധങ്ങൾക്കൊന്നും ഒരു ലോങ് ലൈഫ് ഇല്ല. അത് വളരെ വേഗത്തിൽ അവരുടെ കാര്യങ്ങൾ ക്രമീകരിച്ച് ഇരിക്കുന്നതാണ്. എന്നാൽ 3ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ അണിനിരക്കുകയാണ്. പ്രധാനമായും ഇന്ത്യ, ചൈന, ബ്രിട്ടൻ, അമേരിക്ക എന്നുവേണ്ട സകല രാജ്യങ്ങളും ഒത്തുചേർന്ന് ഈ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ഇസ്രായേൽ പരാജയപ്പെടുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഇസ്രായേലിനെ രക്ഷിപ്പാനായിട്ട് സാക്ഷാൽ ഇസ്രായേലിൻ്റെ മശിഹ ഇറങ്ങി വരികയാണ്. അതിനെയാണ് മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത്. ആ മഹത്വപ്രത്യക്ഷതയിൽ എന്താ സംഭവിക്കുന്നത്? സഖറിയാവിൻ്റെ പ്രവചന പുസ്തകത്തിലെ പ്രവചനം അവിടെ നിവർത്തീകരിക്കപ്പെടുകയാണ്. എന്താണ് ആ പ്രവചനം? യേശുക്രിസ്തുവിൻ്റെ കാല് ഒലിവുമലയിൽ ചവിട്ടുന്നു. അങ്ങനെ ഒലിവുമല 2ആയി പിളരുകയാണ്. ആ പിളർന്ന ഇടയിൽ അവിടെ ഒരു താഴ്വര ഉളവായി വരുന്നു. ആ താഴ്വരയ്ക്ക് യഹോശാഫാത്ത് താഴ്വര എന്ന് പേരാണ്. ആ യഹോശാഫാത്ത് താഴ്വരയിൽ കർത്താവ് തൻ്റെ സിംഹാസനം വെക്കുന്നു. അതിൻ്റെ പേരാണ് തേജസ്സിൻ്റെ സിംഹാസനം.
ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ജാതികളെ ന്യായം വിധിക്കുകയാണ്. അങ്ങനെ ഇസ്രായേലിന് പൂർണ്ണമായൊരു വിജയം അവിടെ കൊണ്ട് ദൈവം കൈവരിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ജാതികളായി ക്രിസ്തുവിനെ അറിയാതെ ക്രിസ്തുവില്ലാതെ ജീവിക്കുന്നവർക്ക് ഒരു നിത്യമായ ശിക്ഷാവധി അവിടെ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ തേജസ്സിൻ്റെ സിംഹാസനം ക്രിസ്തു വെച്ചതിന് ശേഷം ക്രിസ്തു രണ്ടാമത് ഉള്ള ആ യാത്ര തൻ്റെ പരിവാരങ്ങളെ കൊണ്ടുവരുവാൻ മുകളിലോട്ട് പോകുകയും മൂന്നാമത്തെ ആഗമനം യെരുശലേമിൽ നടക്കുകയും ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഭാഗം അടുത്ത പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. സകല നന്മകളാൽ നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ ക്രിസ്തുവിൽ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.